ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് IAS കുറിച്ചുള്ളൊരു വീഡിയോ ആവട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ഡിസ്ക്ലെയിമർ തന്നെ തരാൻ വിചാരിക്കുകയാണ്. അതായത് ഇത് ആരെയും ഡീമോട്ടിവേറ്റ് ചെയ്യാനുള്ളൊരു വീഡിയോ അല്ല, പകരം ഇതൊരു ഫാക്റ്റ്. പലരും ഒരു കോച്ചിങ് ഇൻഡസ്ട്രിയുടെ ഒരു ഹൈപ്പിൽ ഇതെന്തോ ഒരു വലിയ സംഭവമാണെന്നും അതുപോലെ ഒക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊരു റിയാലിറ്റിയെ ഒന്ന് ഒരു നേരിൽ കാണിക്കുക, ലൈക്ക് ഒരു മിറർ പോലെ, സമൂഹത്തിന് മുന്നിലുള്ളൊരു മിറർ പോലെ ആക്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, വളരെ എല്ലാവരും പ്രത്യേകിച്ച് ഗവൺമെൻറ് സർവീസിൽ കയറുന്ന ആൾക്കാരുടെ ഒരു ഭയങ്കര ആഗ്രഹമാണ് IAS ആവണം, IAS കാരനാവണം. UPSCയിൽ ടോപ്പ് മോസ്റ്റ് പൊസിഷനാണ് IAS എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ വരുന്നത്? മെയിനായിട്ട് ഗവൺമെൻറ് സർവീസിൽ കയറണം, അല്ലെങ്കിൽ പേരൻസൊക്കെ ചിലപ്പോൾ ഗ്രൂപ്പ് B, C, D ഉള്ളവരാണെങ്കിൽ, ഗവൺമെൻറ് സർവീസിലുള്ളവരാണെങ്കിൽ ഓഫ് കോഴ്സ് അവരുടെയും ഒരു ആഗ്രഹം ഒരുപക്ഷെ എൻ്റെ മകനോ മകളോ ഒക്കെ IASൽ കയറണം എന്നുള്ളതായിരിക്കും. സെക്കൻഡ്, നമ്മൾ ഫിലിമിൽ കാണുന്നു, അവരിനകത്ത് ഇതുപോലെ തന്നെ IAS ഓഫീസറുടെ പവർ അതൊക്കെ കണ്ടിട്ടായിരിക്കും. തേർഡ് ടൈം നമ്മൾ തന്നെ ഇപ്പോൾ കാണുന്നുണ്ട് മീഡിയയിൽ, സോഷ്യൽ മീഡിയയിൽ, ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഇതുപോലെ യങ് ആയിട്ടുള്ള ഇപ്പം അങ്ങോട്ട് IAS കഴിഞ്ഞ് ഇറങ്ങിയ അവരായിരിക്കും മിക്കവാറും DM ആയിട്ട്, അതായത് കളക്ടറായിട്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അവരെ മീഡിയ ഭയങ്കരമായിട്ട് അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവർ തന്നെ മീഡിയയിലൂടെ കയറി സ്വയം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് യങ്സ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞിട്ട് 5, 6, 7 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് വേണ്ടി അവരുടെ ആ യൗവനം ചെലവഴിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. സോ അത് വേണോ? എന്താണ് ഇതിൻ്റെ ബിഹൈൻഡ് ആയിട്ടുള്ള കാര്യം എന്ന് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ് us സ്റ്റാർട്ട്. അപ്പോൾ എന്താണ് ഈ IASൽ ഇത്രയും മാത്രം ആൾക്കാരെ ഇൻട്രസ്റ്റ് ആവാനുള്ള കാര്യം എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്, ഏകദേശം എല്ലാ വർഷവും ഒരു 10 ലക്ഷത്തോളം കുട്ടികളാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അതായത് 2024 ഏകദേശം 9.9 lakhs കുട്ടികളുണ്ടായിരുന്നു. 25 അത് വന്നപ്പം എഗെയിൻ ഇൻക്രീസ് ചെയ്ത് 10 lakhs ആയി. അപ്പോൾ ഈ 10 lakhsൽ എല്ലാവരും ഒന്നും എക്സാമൊന്നും എഴുതാൻ പോകത്തില്ല. കാരണം അതിൽ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ വരുന്നത് ഏകദേശം അതിൻ്റെ പകുതിയോളം പേരെ എക്സാം എഴുതുള്ളൂ. കാരണം പകുതി പേരും ഒരു പക്ഷേ പേരൻസിന് നിർബന്ധം കാരണം, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ആഗ്രഹം കാരണം ഒട്ടും പ്രിപ്പയർ ചെയ്യാതെയൊക്കെ ഇരിക്കുന്നവരായിരിക്കും. അത് എക്സാമിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ ആദ്യം തന്നെ അവർ എന്തെങ്കിലുമൊക്കെ വയറുവേദന ഇത് അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ കാരണം അവർ പോകത്തില്ല. പകുതി പേരെ എഴുതുള്ളൂ. ആ പകുതിയിൽ തന്നെ നമുക്കറിയാം ഇതിൽ 3 സ്റ്റേജ് ഉണ്ട്. ഫസ്റ്റ് മെയിൻസ് ഉണ്ട്, പിന്നെ പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, പിന്നെ ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കോമ്പറ്റീഷൻ്റെ ഒരു പാറ്റേൺ തന്നെ എൻറ്റയർലി അൺസർട്ടൺ ആണ്. കാരണം നമ്മൾ കണ്ടിട്ടുണ്ട്, ഫസ്റ്റ് ചിലപ്പോൾ മെയിൻസ് ക്ലിയർ ചെയ്ത പ്രിലിംസ് ക്ലിയർ ചെയ്ത ആളുണ്ടാവും, നെക്സ്റ്റ് ടൈം മെയിൻസ് കിട്ടിയെന്നുണ്ടാവില്ല. ഇനി പ്രിലിംസും മെയിൻസും കഴിഞ്ഞ് ചിലപ്പോൾ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടാവും. ചിലപ്പോൾ 2 പ്രാവശ്യം പ്രിലിംസ് പാസ്സായ ആൾക്ക് തേർഡ് ടൈം എഴുതിയപ്പോൾ ചിലപ്പോൾ പ്രിലിംസേ കിട്ടിയിട്ടുണ്ടാവില്ല. ചിലർക്ക് ഫസ്റ്റ് ടൈം തന്നെ ഇതെല്ലാം ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ടാവും. സോ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു പാറ്റേണേ അല്ല ഇതിന്. അപ്പോൾ 2, 3, 4 വർഷം നമ്മൾ മെനക്കെട്ടാലും ചിലപ്പോൾ 2, 3 പ്രാവശ്യം പ്രിലിംസ് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ നെക്സ്റ്റ് ടൈം ചെയ്യുന്നപ്പോൾ ഇതൊന്നുമില്ലാത്തൊരവസ്ഥയുണ്ടാവും. സോ അതുകൊണ്ട് ഹൈലി അൺസർട്ടൺ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ്സാണ് ഇതിനകത്ത് നടക്കുന്നത്. നമുക്ക് അറിയാൻ പറ്റില്ല എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം കുട്ടികളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതിൽ ഏകദേശം, അതായത് ലാസ്റ്റ് ഇയർ കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 14,000-ഓളം പേരാണ് ഈ പ്രിലിംസിൽ തന്നെ അവർ ഫൈനലൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കാണാമല്ലോ, സോറി. സോ മെയിൻസിൽ നിന്നും പ്രിലിംസിൽ നിന്നും മെയിൻസിലേക്ക് വന്നിട്ടുള്ളത് ഏകദേശം 14,600 പേരാണ്. ഈ 14,600 പേരിൽ നിന്നാണ് ഏകദേശം ഒരു 2,800 പേരെ UPSCക്ക് വേണ്ടി സെലക്ട് ചെയ്തത്. എന്നിട്ട് ഫൈനൽ സെലക്ഷനിൽ വന്നത് ഏകദേശം ഒരു 1000 പേരാണ്. ഈ 1000 പേരിൽ IASന് വേണ്ടിയിട്ട് എടുക്കുന്നത് എല്ലാ വർഷവും 180 വേക്കൻസീസേ ഉള്ളൂ. 180 പേരെ കിട്ടുക. അപ്പോൾ നിങ്ങൾ IAS ആണ് നിങ്ങളുടെ ഒരു ഫോക്കസ് എങ്കിൽ ഈ 180-നകത്താണ് നിങ്ങൾ വരേണ്ടത്. അതിന് കോമ്പീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 10 ലക്ഷത്തോളം കുട്ടികളാണ്. സോ യു ക്യാൻ സീ എത്ര നിങ്ങൾ പ്രോബബിലിറ്റിയൊക്കെ പഠിക്കുന്ന കുട്ടികളല്ലേ, എന്തുമാത്രമാണ്
കിട്ടാനുള്ള ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.02% ആണ്. 0.02%. ഒരു പക്ഷേ നിങ്ങൾ ലോട്ടറി എടുത്താൽ കിട്ടാൻ ഇതിലും കൂടുതൽ ചാൻസ് ഉണ്ടാവും. ആസ് എ പ്രോബബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ അത്രമാത്രം കോമ്പറ്റീഷനുള്ള ഒരു ഫീൽഡാണ് IAS എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈപ്പ്, ഇനി ഇതിൻ്റെ എമൗണ്ട്, നിങ്ങളുടെ സാലറി നിങ്ങൾക്ക് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. എന്ത് മാത്രമായിരിക്കും ഒരു ജസ്റ്റ് കയറിയ DM ആയിട്ട് കയറുന്ന ഒരാൾക്ക്, ഒരു കളക്ടറായിട്ട് കയറുന്ന ഒരാൾക്ക് IASകാരുടെ സാലറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 109 പേർക്ക് കിട്ടുന്ന ഒരു ആവറേജ് ആനുവൽ സാലറി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 20 CR ആണ്, 20 crores ആണ് അവരുടെ കിട്ടുന്ന ഒരു സാലറി, ഒരു വർഷത്തെ അവരുടെ കിട്ടുന്ന പാക്കേജ്. ബട്ട് ഇതിൻ്റെ പിന്നിലുള്ള ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, അതായത് കോച്ചിങ് ഇൻഡസ്ട്രി, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രി, കോച്ചിങ് മാത്രം കണക്കാക്കി കഴിഞ്ഞാൽ അത് തന്നെ ഒരു 25,000 കോടിയുടെ ബിസിനസ്സാണ് ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത്. കാരണം ഈ ഹൈപ്പൊക്കെ കാണിച്ചിട്ട് ഈ കോച്ചിങ് ഇൻഡസ്ട്രീസാണ് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാം, ചിലരാണ് ഈവൻ IAS തന്നെ റിസൈൻ ചെയ്തിട്ട് അവർ കോച്ചിങ് ഇൻഡസ്ട്രീസിൽ വന്നിരിക്കുകയാണ്. കാരണം നിങ്ങളൊരു 5-6 പിള്ളേരെ പഠിപ്പിച്ചാൽ തന്നെ അതിനകത്ത് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാലറി നിങ്ങൾക്ക് കിട്ടുവാണ്. സോ അത് അവർ മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങോട്ട്. പക്ഷെ അവരത് പുറത്ത് പറയില്ല. അവർ വരട്ടെ, ഇനിയും കുട്ടികൾ വരട്ടെ, ഇനിയും എനിക്ക്, കാരണം കുട്ടികൾ ഇവർ പിന്നെയും പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇനി പ്രാവശ്യം ഇത്രയും ചെയ്തില്ലേ, ഇത്ര എഫേർട്ട് എടുത്തില്ലേ, നെക്സ്റ്റ് ടൈം ഒന്നുകൂടി എടുക്കാം. പിന്നെ ആ നെക്സ്റ്റ് ടൈം എന്ന് പറയുന്ന ഒരു എൻഡിങ് ഇല്ലാതെ അങ്ങ് പോവാണ്. സോ എപ്പോഴും നിങ്ങൾക്ക്, ഞാൻ നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യുകയല്ല. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ IAS നിങ്ങൾ എഴുതണം. ബട്ട് അതിനൊരു കാലയളവ് വെക്കണം. അതായത് ഞാൻ ഒരു വർഷം ഞാൻ ഇതിനു വേണ്ടി മെനക്കെടാം, 2 വർഷം മെനക്കെടാം, 3 വർഷം മെനക്കെടാം, 4 പ്രാവശ്യം എഴുതാം. ബട്ട് അതിനകത്തൊരു ലിമിറ്റ് വേണം. 3 or 4 കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. യു ഷുഡ് ഹാവ് എ പ്ലാൻ B. ഇത് കിട്ടിയില്ലെങ്കിൽ അങ്ങനെ കംപ്ലീറ്റ്ലി ഫ്രസ്ട്രേറ്റഡ് ആവാതെ നമ്മൾ പ്ലാൻ B നമുക്ക് ഉറപ്പായിട്ടുണ്ടാവണം. അങ്ങനെയുള്ളവർ ട്രൈ ചെയ്തോളൂ. ട്രൈ ചെയ്യുന്നതിന് ഞാൻ എതിരല്ല. യു ഷുഡ് ട്രൈ. ബട്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യണം. പിന്നെ വരുന്ന രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, ദ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ഇൻ ടു ആൻ IAS ഈസ് 0.02% ഉള്ളി. പിന്നെ രണ്ടാമത്തെ കാര്യം, പലരും ഇതിന് പഠിച്ചിട്ട് അവർ IPS ആവും, അല്ലെങ്കിൽ ഇന്ത്യൻ ഫോറിൻ സർവീസിൽ പോവാം, അങ്ങനെ IRS റവന്യൂ സർവീസ്, അങ്ങനെയുള്ള ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ഇവർക്ക് ജസ്റ്റ് മിസ്സായിട്ട് ഇവർ അതിലേക്കൊക്കെ കിടക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ ഇത്രയും കാലം പഠിച്ചു വെച്ചതല്ലേ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അവരുടെ ജോലിയിൽ തന്നെ അവർക്കൊരു ടോപ്പ് മോസ്റ്റ് റെസ്പെക്റ്റഡ് പൊസിഷനിലാണ് അവരിപ്പോൾ ഇരിക്കുന്നത്. ബട്ട് അതോടൊപ്പം തന്നെ അവർ പിന്നെയും അവർ ഒന്നുകൂടെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരുന്നിട്ട് അവരും നെക്സ്റ്റ് ടൈം IAS ആകുമ്പം അവരും എഴുതും. അപ്പോൾ അവർ നോക്ക്, അവർക്ക് ഓൾറെഡി എല്ലാ കാര്യങ്ങളും അറിയാം. പ്ലസ് അവർക്കൊരു അഡീഷണൽ അഡ്വാൻറ്റേജ് എന്നാൽ അവരിങ്ങനെ ഒരു പോസ്റ്റിൽ ഇരുന്നിട്ട് ആ പോസ്റ്റിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെതായ കോൺഫിഡൻസ് ഉണ്ടാകും. അപ്പോൾ ഇൻ്റർവ്യൂവിൽ നിങ്ങളെക്കാൾ കൂടുതൽ അവർ പെർഫോം ചെയ്യും. സോ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ദം ഇൻ ടു IAS ഈസ് മോർ ദാൻ നോർമൽ പീപ്പിൾ. സോ അത് രണ്ടാമത്തെ കേസാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ കുറേ പേര് വരുന്നുണ്ട്. അപ്പോഴും നിങ്ങളുടെ ചാൻസസ് ഗോയിങ് റിഡ്യൂസ് ചെയ്യും. അപ്പോൾ എത്ര പേര് റിപ്പീറ്റഡായിട്ട് എഴുതിയ ഇങ്ങനെയുള്ള പോസ്റ്റിലിരിക്കുന്ന എത്ര പേര് ഇതിനകത്ത് കയറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ 2 കാര്യങ്ങൾ. പിന്നെ നമ്മൾ എന്തിനാണ് ഈ IAS എന്ന് പറഞ്ഞ് പോകുന്നത്? നമുക്ക് ഇഷ്ടംമാതിരി, അതായത് പലരും പറയുന്നത് ഈ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിൽ എനിക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, ഇന്ത്യയുടെ ഈ ഡെവലപ്മെൻറ്റിൽ എനിക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻ നടത്താൻ പറ്റും. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ, പണ്ട് ശരിയാണ് ഒരു 20 years 30 years മുന്നേ ആണെങ്കിൽ നമുക്കതൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം സ്വന്തം കസേര മാറ്റാൻ പോലും, കസേര ഒന്ന് ചേഞ്ച് ചെയ്ത് വേറൊരു കസേര ആക്കാൻ പോലും ഒരു DMന് അധികാരമില്ല. നിങ്ങൾക്ക് അന്വേഷിക്കാം. അപ്പോഴാണ് പിന്നെ ലോകത്തിലെ വലിയ കാര്യം, ഇന്ത്യയിലെ വലിയ കാര്യങ്ങൾ. അതൊരു ടോപ്പ് ഒരു ക്രീം കുറച്ച് ആൾക്കാരുണ്ട്. ദേ വിൽ ഡിസൈഡ്. പ്ലസ് രാഷ്ട്രീയക്കാരുണ്ട്, ജനങ്ങൾ തിരഞ്ഞെടുത്ത് ജനങ്ങൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന രാഷ്ട്രീയക്കാരുണ്ട്. സോ ദേ വിൽ ഡിസൈഡ് എവറിത്തിങ്. നിങ്ങൾക്ക് അതിൽ വലിയ റോളൊന്നും ഇല്ല. ഒരു ക്രിയേറ്റിവിറ്റിയും അതിൽ പോയി ഫുൾഫിൽ ചെയ്യാൻ പോകുന്നില്ല നോർമൽ കേസിൽ. ബട്ട് ഈ പറയുന്ന കുറച്ച് ഹൈപ്പാണ്, ഭയങ്കര വലിയ റെസ്പെക്റ്റ് കിട്ടുന്നു, അങ്ങനെ പൈസയുടെ കാര്യം ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു. ഇന്ത്യ ഭയങ്കരമായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ പ്രൈവറ്റ് ജോബ്സ്, പണ്ട് കാലത്ത് ശരിയാണ്, പ്രൈവറ്റ് ജോബ്സിൽ വളരെ സാലറി കുറവായിരുന്നു, ഗവൺമെൻറ് ജോബ്സിലായിരുന്നു കൂടുതൽ. ഇപ്പോൾ അതൊന്നും ഇല്ല. ഈവൻ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനുള്ള സാലറി പോലും ഗവൺമെൻറ് എംപ്ലോയീസിന് കിട്ടുന്നില്ല. അപ്പോൾ പ്രൈവറ്റിൽ ഇത്രമാത്രം വേക്കൻസീസ് ഉള്ളപ്പം ആസ് ആൻ എഞ്ചിനീയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു കരിയർ ഇവിടെ കിടക്കുമ്പോൾ നിങ്ങൾ വൈ ഷുഡ് ഗോ ഫോർ ഇത് തന്നെ ആലോചിച്ച് ഈ IASന് വേണ്ടി എന്തിനു പോകണം, എന്താണ് ഇതിൻ്റെ ബിഹൈൻഡ് ആയിട്ടുള്ള കാര്യം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടേ പോകാവുള്ളൂ. പോകണമെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പോഴും. ബട്ട് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്, യു ഷുഡ് ഗോ ഡു റിസർച്ച്. ഇതിൽ റിസർച്ച് ചെയ്യുക, നിങ്ങളെക്കൊണ്ട് പറ്റുന്നതാണോ നോക്കുക, നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് എത്രമാത്രമാണെന്ന് നോക്കുക. ഇതിനു വേണ്ടി നമ്മളിടുന്ന എഫേർട്ടും കാര്യങ്ങളൊക്കെ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കാര്യം തീർത്തല്ലോ, നിങ്ങൾക്കുള്ള റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഓരോ വർഷം കഴിയും തോറും ഇത് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്.
ആസ് എ ഗവൺമെൻറ് എംപ്ലോയി എന്നുള്ള ഒരു റെസ്പെക്ട്. കാരണം അവരുടെ അധികാരങ്ങൾ, അവരുടെ സാലറി ഇതെല്ലാം റെഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ പ്രൈവറ്റിൽ അതുപോലെ തന്നെ കൂടുന്നുണ്ട്. സോ യു ക്യാൻ ഗോ ഫോർ പ്രൈവറ്റ്. പിന്നെ പറയുന്നത് ഒരു സുസ്ഥിരമായ ഒരു ജോലി കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു 1-2 വർഷമാണ് IASന്റെ കരിയറിൽ അവർക്കൊരു കളക്ടറായിട്ട്, ഒരു ഡിസ്ട്രിക്ട് കളക്ടറായിട്ട് അവർ ആ ചാമിങ് പോസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ് കിട്ടുന്നത്. അതിനുശേഷം അവർ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ ഹെഡായിട്ട് അങ്ങ് വിടുവാണ്. പിന്നെ നമ്മൾ അവരെ അറിയുന്നില്ല. ആ 1-2 വർഷം എന്ന് പറയുന്നതിൽ തന്നെ ഈവൻ രാഷ്ട്രീയക്കാരുമായിട്ട് എന്തെങ്കിലും ഒരു ചേർച്ചക്കുറവോ എന്തെങ്കിലും ഒരു ക്ലാഷ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതുപോലും ഉണ്ടാവില്ല. ചിലപ്പോൾ 2-3 മാസത്തിനകം തന്നെ നിങ്ങളുടെ പോസ്റ്റ് തെറിക്കും. അത് ഒരുപാട് ഡിപ്പെൻസ്. നിങ്ങൾക്ക് ഇപ്പോൾ അവരുടെ കരിയർ, പലരുടെയും കരിയർ നിങ്ങൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. സോ എന്തുമാത്രമാണ് അവരനുഭവിക്കുന്ന പ്രഷർ. ഈ പ്രഷറൊക്കെ നമ്മൾ പ്രൈവറ്റ് ജോലിയിൽ പോയി ഇല്ലയെന്നുണ്ടോ? ഉണ്ട്, അതൊക്കെയുണ്ട്. പക്ഷെ അവിടെ നമുക്ക് ഒരു സ്ഥലത്ത് ഇഫ് യു ആർ ഇൻ ബാംഗ്ലൂർ നമുക്കൊരു ജോലി കിട്ടി, നമുക്കത് പറ്റുന്നില്ല, നിങ്ങൾ നാളെ ഇവൻ ഗുഡ്ഗാവിലേക്ക് അയച്ചു, നിങ്ങൾക്ക് വേണ്ടാന്ന് പറയും, ജോലി വേണ്ട, താൻ ആ ജോലിയും കൊണ്ട് വയ്ക്കുക, 100,000 ജോലി എനിക്ക് വേറെയുണ്ട്, അങ്ങനെ തിരിച്ചു വരാം. പക്ഷേ ഇതിനകത്ത് നമുക്ക് അങ്ങനെയുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ടീഡിയസ്. നമുക്ക് പുറത്തിറങ്ങാനും പറ്റില്ല. ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതായത് നമ്മളൊരു സിംഹത്തിൻ്റെ മുകളിൽ കൂടെ യാത്ര ചെയ്യുന്ന പോലെയാണ്. നമ്മൾ ഇറങ്ങിയാൽ സിംഹം നമ്മളെ വീഴുന്നു, നമുക്ക് കയറിയാലോ നമ്മൾ പേടിച്ചാണ് ഇരിക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ഇറങ്ങാനും പറ്റില്ല, നടക്കാനും പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ്. സോ ഇതൊന്നും പബ്ലിക്കായിട്ട് അങ്ങനെ പറയാൻ പാടില്ല. ബട്ട് സ്റ്റിൽ ഐ എം ടെല്ലിങ്, ഈ ഒരു കോൺടെക്സ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ദ റെസ്പെക്ട് പാർട്ട്. അതാണ്. പിന്നെ നമ്മൾ പറയുന്നത് ഇതിനകത്ത് ഈ കോച്ചിങ് ഇൻഡസ്ട്രിയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, എന്തുമാത്രമാണ് അവർ ഇതിനകത്ത് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരാണ് ഈ പറഞ്ഞ ഒരു 4-5 നിങ്ങൾ പഠിക്കൂ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ട് നിങ്ങളെ ഇങ്ങനെ ഇത്രമാത്രം ഈ ഹൈപ്പിൽ നിർത്തുന്നത്. കാരണം അവർക്ക് പൈസ ഉണ്ടാക്കണം. അപ്പോൾ തേർഡായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളാണ്. ഇപ്പോൾ ഈ സാഹചര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുന്നു. 3-4-5 വർഷം നമ്മൾ ഈ സാധനം തന്നെ എന്താണ് ഈ പഠിക്കുന്നത്? അതായത് ഇന്ത്യൻ ഹിസ്റ്ററി ആയിരിക്കും ഒരു വർഷം പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് തന്നെ സാധനങ്ങളായിരിക്കും പഠിക്കുന്നത്. ആ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ആസ് എൻ എഞ്ചിനീയർ നിങ്ങളിത് പഠിക്കുന്നു, നിങ്ങളിത് പഠിച്ചിട്ട് നിങ്ങളിപ്പോൾ ടെക്നിക്കൽ നോളജ്, ഈ എഞ്ചിനീയറിംഗ് 4 വർഷം പഠിച്ചു. ആ പഠിച്ചത് കൊണ്ട് നിങ്ങളൊരു ജോലിക്ക് കയറുന്നു, നിങ്ങൾ അവിടെ പഠിച്ച സാധനങ്ങളിലേക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നേടുന്നു. അതുകൊണ്ട് എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഉണ്ടോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും അണ്ടറിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഹയറായിട്ട് ഇത് പഠിച്ചത് കഴിഞ്ഞിട്ട് പിന്നെ മുകളിലേക്ക് പോവുകയാണ്. ബട്ട് ഇതിനകത്ത് അത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പഠിച്ച സാധനം തന്നെ റിപ്പീറ്റഡ്ലി പഠിച്ച് ശരിയാണ്, കുറച്ച് അറിവ് നിങ്ങൾക്ക് കിട്ടും, പിന്നെ കുറച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങൾ ഡെവലപ്പ് ആകും, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ആകുമെന്നല്ലാതെ പുറം ലോകവുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കലി യൂസ് ചെയ്ത് പണം സമ്പാദിക്കാനുള്ള യാതൊരു വഴിയുമില്ല. അപ്പം നിങ്ങൾ 2-3-4 വർഷം ഇങ്ങനെ കിട്ടുവാണെങ്കിൽ ഓക്കെ, കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പിന്നീട് ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പം നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുകയാണ്, ഇത് കിട്ടിയില്ല എന്നുള്ളത്. അത് തന്നെ നിങ്ങളുടെ മുഖത്ത് കാണാം. കാരണം 3-4-5 വർഷം ഞാൻ ചെയ്തു, വീട്ടുകാരും അതിങ്ങനെ നോക്കിയിരിക്കുകയാണ്, ഞാൻ ഇതിനു വേണ്ടി ഇത്രയും ചെയ്തു, കിട്ടിയില്ല, പിന്നെ ഞാനൊരു ജോലിക്ക് പോകുന്നു. അപ്പോൾ ഈ കരിയറിലെ 3-4 വർഷത്തെ ഗ്യാപ്പ് നിങ്ങൾ അപ്പം നിങ്ങളുടെ കൂടെയുള്ളവർ, നിങ്ങളുടെ ഫ്രണ്ട്സ്, അവരൊക്കെ ചിലപ്പോൾ ഈ 4 വർഷം കൊണ്ട് ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടാവും. അവർക്ക് അറ്റ്ലീസ്റ്റ് കുറേ നോളജ് ഉണ്ടാവും. പല ജോലികൾ മാറി മറിഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് എങ്ങനെ ജോലി, അപ്പം നിങ്ങൾ സ്റ്റാർട്ട് 0 എന്ന് പറഞ്ഞ് പിന്നെ തുടങ്ങണം. അപ്പം അതാണ് വേറൊരു പ്രശ്നം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇപ്പം ഞാനൊരു പ്രശ്നം പറഞ്ഞ് നിങ്ങൾ വെറുതെ ഇട്ടിട്ട് പോകുന്നതല്ല, അതിനൊരു സൊല്യൂഷൻ കൂടെ ഞാൻ പറയാം. ഇപ്പം ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 1-2 വർഷം ഇതിന് വേണ്ടി മെനക്കെടുക. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്ലാൻ ബി ഉണ്ടായിരിക്കണം. ഇമ്മീഡിയറ്റ്ലി ആ പ്ലാൻ ബിയിലേക്ക് പോകാം. നിങ്ങളുടെ മനസ്സോ ഒന്നും വിഷമിക്കാതെ ഒരു പ്ലാൻ ബി എപ്പോഴും സൈഡിൽ ഉണ്ടാവുക. ഇമ്മീഡിയറ്റ്ലി ഇത് കിട്ടിയില്ലെങ്കിൽ അതിലേക്ക് പോവുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ 3rd ഇയർ 4th ഇയർ ഒക്കെ ആകുമ്പോൾ തന്നെ എഞ്ചിനീയറിങ്ങിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്രി എന്ത് കോഴ്സാണ് നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് സൈമൾട്ടേനിയസ്ലി ഇത് പഠിക്കുക, ഇതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾ എഴുതുക. എന്നിട്ട് പിന്നെ ജോലിക്ക് അങ്ങ് പോവുക. എന്നിട്ട് ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ പറ്റും. പഠിക്കുന്ന കാര്യം കറണ്ട് അഫയേഴ്സല്ലേ, നമ്മൾ പത്രം വായിക്കുക, ന്യൂസ് കേൾക്കുക, അതുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ബാക്കി പഠിച്ചത് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ ആ പഠിത്തം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ കോളേജ് തീരുമ്പോൾ തന്നെ അതും കൂടെ അങ്ങ് തീർത്തേക്കാം. കാരണം ലാസ്റ്റ് ഇയറിൽ മിക്കവാർക്കും നമുക്ക് ഏതെങ്കിലും ഒരു പ്രോജക്റ്റോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് പഠിക്കാൻ എന്തായാലും ഒരു സമയം കിട്ടും. അപ്പോൾ ആ സമയത്ത് ഈ എക്സാംസിനൊക്കെ വേണ്ട പ്രിപ്പറേഷൻ നമ്മൾ ഇൻ ബിറ്റ്വീൻ ചെയ്യുക. അതോടൊപ്പം അതുകൊണ്ട് അത് നിർത്തുക. പിന്നെ നമ്മൾ ജോലിക്ക് അങ്ങ് കയറണം. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ 3-4-5 വർഷമൊക്കെ പഠിച്ച് ഇങ്ങനെ മെനക്കെട്ട് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെയുള്ള ഏതെങ്കിലും കോച്ചിങ്, നിങ്ങൾ എല്ലാ എക്സാംസും എഴുതുക. അതായത് IAS മാത്രമല്ല, അതിന് താഴെയുള്ള ഗ്രൂപ്പ് D, ഗ്രൂപ്പ് C, ഗ്രൂപ്പ് B പോലും എഴുതാൻ പോകണ്ട. ഗ്രൂപ്പ് C, ഗ്രൂപ്പ് D, അതായത്
ഈ ചെറിയ ചെറിയ പോസ്റ്റുകൾ ഒരുപാടുണ്ട്. അതിന് നമ്പർ ഓഫ് പോസ്റ്റ് ഒരുപാട് കൂടുതലാണ്. അത് എഴുതുക, അതെഴുതി നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ ഇത്രയും പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്താ ചെയ്യുന്നത്, അത് നിങ്ങൾ ജോലിക്കൊന്നും പോകണ്ട, ആ കിട്ടുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ വീഡിയോയിലോ നിങ്ങളിത് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഏതെങ്കിലും ഈ കോച്ചിങ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ, അവിടെ പോയി പറയാം എനിക്ക് ഇത്ര എക്സാംസ് കിട്ടി, പാസ്സായി. അവർ ഉറപ്പായിട്ടും ആ പാനലിൽ എങ്ങനെയെങ്കിലും കയറി കൂടുക. എന്നിട്ട് നിങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങുക. എന്നിട്ട് അവരുടെ തന്നെ കുറേ പേരുടെ ലിസ്റ്റ് കാണുമല്ലോ, പിള്ളേരെയൊക്കെ. അതൊക്കെ നിങ്ങൾ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ കുറേ കാലം അവിടെ പഠിപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ തന്നെ സ്വന്തമായിട്ടൊരു കോച്ചിങ് സെൻറ്റർ തുടങ്ങും. 5-6 വർഷത്തേക്ക് എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഇന്ത്യയിൽ നല്ല മാർക്കറ്റുണ്ട്. അത് കഴിയുമ്പോൾ ആൾക്കാർക്കൊക്കെ മനസ്സിലായി തുടങ്ങും, അവർ കുറയും, ഇതിലേക്ക് വരുന്ന ഈ കുത്തൊഴുക്ക് കുറയും. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ലതായിട്ട് സമ്പാദിക്കാൻ പറ്റും. സോ ഓൾറെഡി ഇതിനകത്ത് ഇറങ്ങിപ്പോയവർ അല്ലെങ്കിൽ ഓൾറെഡി 3-4 വർഷം സ്പെൻഡ് ചെയ്ത ആൾക്കാർക്ക് പറ്റുന്ന ഒരു കാര്യം ഇതാണ്. നിങ്ങൾ ഗ്രൂപ്പ് CO DO എഴുതിയിട്ട് കയറുക. പിന്നെ അതൊരു നല്ലൊരു പരിപാടിയാണ്. നിങ്ങൾക്ക് അവരെ കോച്ച് ചെയ്യാം. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ബെസ്റ്റായിട്ടുള്ള ഒരു ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് ആ ടോപ്പിക്കിൽ നിങ്ങൾ ഈ IAS വരാൻ വരുന്ന ക്വസ്റ്റ്യൻസ്, IASൻ്റെ പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂവിന് വരാൻ വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു വലിയൊരു കോച്ചിങ് ഇൻഡസ്ട്രി തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ കോച്ചിങ് ഇൻഡസ്ട്രി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടുത്ത കാര്യം, നിങ്ങൾ ഈ പറയുന്ന പോലെ ബേസിക്കായിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. നിങ്ങൾ ഒരു പോയിന്റ് കൂടെ ഉണ്ടായിരുന്നു, അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. രണ്ടാമത്തെ പോയിന്റ്, ഈ കോച്ചിങ് ഇൻഡസ്ട്രീസ് പറയുന്നത് നിങ്ങളിപ്പം ഈ IAS വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോക്കൽ, അതായത് ഇപ്പം UPSC എന്ന് പറയുമ്പം ഓൾ അറൗണ്ട് ഇന്ത്യ ആണല്ലോ, അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PSCയിൽ കിട്ടും. കേരള PSC ആണെങ്കിൽ കേരള PSCയിൽ നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ ആ സിലബസ് ഒന്ന് എടുത്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ UPSCയിലെ സിലബസ് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നമ്മളുടെ PSC, എല്ലാ സ്റ്റേറ്റുകാരുടെ ആഗ്രഹം നമ്മുടെ സ്റ്റേറ്റിലുള്ള ആൾക്കാരെ തന്നെ ഇവിടെ നിർത്തണം എന്നുള്ളതാണ്. ഒന്ന് നമ്മുടെ ലാംഗ്വേജ്. അപ്പോൾ നമുക്ക് വേറെ PSCs ഒന്നും എഴുതാൻ പറ്റണമെന്നില്ല. വേറെ ഇപ്പോൾ കർണാടക, നമ്മുടെ തൊട്ട് ആന്ധ്ര, അവരുടെയൊക്കെ PSC നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പോയി എഴുതാൻ പറ്റില്ല. കാരണം അതിലൊക്കെ ഇപ്പോൾ നമ്മുടെ PSC എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലോക്കൽ ചരിത്രമാണുള്ളത്. ഇപ്പോൾ ശ്രീനാരായണ ഗുരു, അങ്ങനെയുള്ള നമ്മുടെ ലോക്കൽ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് കൂടുതൽ ചോദിക്കുന്നത്. കാരണം അതിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് വെച്ചാൽ ലോക്കലി നമുക്ക് അവെയർ ആയിരിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മുടെ ലോക്കൽ ജിയോഗ്രഫി, ലോക്കൽ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതാണ് ഇതിനകത്ത് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, നമ്മുടെ പുഴകൾ. പക്ഷേ അതൊന്നും ചിലപ്പോൾ വേറൊരു സ്റ്റേറ്റിലുള്ള ആൾക്ക് അത്ര അറിയാം. അപ്പോൾ നമുക്ക് കോമൺ ഇന്ത്യയിലുള്ള കുറേ കാര്യങ്ങൾ അറിയാമെങ്കിലും ഓരോ റീജിയണിൻ്റെ പ്രത്യേകമായിട്ട് നമുക്ക് അറിയണമെന്നില്ല. അത് നമുക്ക് നമ്മുടെ നാടിൻ്റെ അറിയുന്നുണ്ടാവുള്ളൂ. അത് തന്നെ പലർക്കും അറിയില്ല. ബട്ട് നമുക്ക് അറിയാൻ കുറച്ചുകൂടി എളുപ്പമുള്ളതും പഠിക്കുക. അപ്പം അതും ആ UPSCയും സ്റ്റേറ്റ് PSCയും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കുറേ കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സൊക്കെ ഇച്ചിരി കിട്ടുമെങ്കിലും ബട്ട് കൂടുതലും ഇതാണ്. അപ്പോൾ അത് പഠിച്ചിട്ട് ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. ഇതിന് വേണ്ടി ഇവിടെ തന്നെ പഠിക്കണം. ഇത് തന്നെ നന്നായി പഠിച്ചാലേ ഇവിടെ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം, ഇപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇതിനകത്ത് കോമൺ ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്. സോ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇതിനെ ഒരു ഡീമോട്ടിവേറ്റിംഗ് വീഡിയോയേ അല്ല. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് നിങ്ങളത് ചെയ്യുക, നിങ്ങൾ എഴുതുക. പക്ഷേ നിങ്ങൾക്കൊരു ഗ്രൂപ്പ് B ഉണ്ടാവും, പ്ലാൻ B നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എൻറ്റയർലി 5-6 വർഷം ചിലവഴിച്ച് നിങ്ങളുടെ യൂത്ത്, ഏറ്റവും നല്ല കാലഘട്ടമാണ് 21 to 30 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 30s പോകരുത്. നിങ്ങളുടെ ഫാമിലി ലൈഫ്, നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ്, നിങ്ങളുടെ മാനസികാരോഗ്യം ഇതെല്ലാം നഷ്ടപ്പെടുത്തി ഏതെങ്കിലും ഒരു കുടിസ് റൂമിൽ എൻറ്റയർലി അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു തന്നെ യാതൊരു ഫ്യൂച്ചറും ഇല്ലാത്ത ഈ സാധനം കണ്ടിന്യൂസ് ആയി പഠിച്ചുകൊണ്ടേ ഇരിക്കരുത്. എക്സാം എഴുതാൻ മാത്രമേ ഇത് ഗുണമുള്ളൂ. ഇതുകൊണ്ട് ഒരു പ്രാക്ടിക്കൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരേ ഒരു കാര്യം, തിരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ കുറേ പേരെ കോച്ചിങ് ചെയ്യാമെന്നുള്ള കാര്യം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫിസിക്കലി പ്രാക്ടിക്കലായി 4 വർഷം പഠിച്ചു, അല്ലെങ്കിൽ അതിന് മുമ്പ് 10 വർഷം 12 വർഷം നമ്മൾ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും 4 വർഷം കഴിഞ്ഞ് പിന്നെയും ഇത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്വൈറ്റ് ബോറിംഗ് മാത്രമല്ല ഒട്ടും പ്രൊഡക്റ്റീവ് അല്ല. അപ്പോൾ ഇന്ത്യൻ യൂത്ത് എല്ലാം ഇങ്ങനെ അൺപ്രൊഡക്റ്റീവായി പോവുകയാണ്. അതിൻ്റെ ബിഹൈൻഡായിട്ട് ആരും എന്താ പറയാതെന്ന് വെച്ചാൽ ഈവൻ രാഷ്ട്രീയക്കാർക്ക് പോലും ഇത് നല്ലതാണ്. കാരണം ഇത്രയും പേര് ജോലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എവിടെ നിന്ന് ജോലി എടുത്തിട്ട് കൊടുക്കും? അവരെയും ജോലിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുറേ പേര് ഇങ്ങനെ കോച്ചിങ് എന്നും പറഞ്ഞ് പോകട്ടെ എന്ന് അവരും ചിന്തിക്കുന്നുണ്ടാവും. ബട്ട് ഇന്ത്യയിൽ ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട്. നമ്മൾ ഈ കേരളത്തിലിരിക്കുന്നതുകൊണ്ടാണ് പുറത്തിറങ്ങാൻ നോക്കുക, എല്ലാവരും ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും. അറ്റ്ലീസ്റ്റ് കയറിയില്ലെങ്കിലും നമുക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആ സമയത്ത്. അപ്പോൾ ഏത് കണ്ണും കാതും ഒക്കെ തുറന്നു വയ്ക്കുക. പ്രൈവറ്റ്ലി ഈസ് ഗോയിങ്. പ്രൈവറ്റിലും നമ്മുടെ വേക്കൻസീസ് നമുക്ക് ആവശ്യമുള്ള ജോലിക്ക് ആവശ്യമുള്ള ജോലി ആവശ്യപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ബട്ട് ആ ജോലിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുറേ കാര്യങ്ങൾ കണ്ടന്റ് നമുക്കുണ്ടെങ്കിലേ നമ്മളെ അവരെടുക്കുള്ളൂ. അപ്പോൾ
അത് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. അതിലാണ് നിങ്ങൾ റിസർച്ച് നടത്തേണ്ടത്. പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ആ സമയത്തിനുള്ളിൽ പഠിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ കോച്ചിങ് ഇൻഡസ്ട്രിയൊക്കെ സമീപിക്കുക. അതൊരു എൻഡ്ലെസ് ആയിട്ട് ആ സാധനം പോകരുത്. 4, 5, 6 വർഷമൊന്നും നമ്മുടെ ജീവിതത്തിൽ കളയാനില്ല. ആ യങ്ങായിട്ടുള്ള കാലഘട്ടത്തിൽ നമ്മൾ കരിയർ ജീവിതം, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആണെങ്കിലും ഒരു 30 ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവരുടെ സൗന്ദര്യം, പെൺകുട്ടികളോ ആൺകുട്ടികളാണെങ്കിലും അവരത് ആ ചാമിങ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25 തൊട്ടൊരു 30, 27, 28 ആകുമ്പോൾ നല്ല എല്ലാ രീതിയിലും, പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യാതെ തന്നെ എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളും വളരെ സുന്ദരികളും ക്രിയേറ്റീവും, അവരെ ആ ഒരു സന്തോഷവും നാച്ചുറലായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഡിമിനിഷിങ് ആയി പോകും. ഇറ്റ് വിൽ അഫക്റ്റ് യുവർ മാരീഡ് ലൈഫ്, ഫ്യൂച്ചർ ലൈഫ് എല്ലാമാണ് ഇങ്ങനെ ചടഞ്ഞുകൂടി ഇങ്ങനെ ഇരിക്കുന്നത്. ഈവൻ ഫിസിക്കൽ ലൈഫ്, മെൻ്റലി നിങ്ങൾ അപ്സെറ്റ് ആയി പോകും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ തിങ്ക് അബൌട്ട് ഇറ്റ്, റിസർച്ച് അബൌട്ട് ഇറ്റ്. ഇതിന് മുന്നേ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യുക. അതർവൈസ് നിങ്ങൾക്ക് ഇഷ്ടംമാതിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിനുള്ള കാര്യങ്ങൾ നമ്മുടെ സോഫ്റ്റ് സ്കിൽ ഡെവലപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾക്ക് IT യിലാണെങ്കിൽ IT ഏതിലാണെന്ന് വെച്ചാൽ നമ്മൾ അതിലേക്ക് അങ്ങ് പോവുക. നമ്മൾ ഇതിലങ്ങ് ചടഞ്ഞുകൂടി അങ്ങ് ഫ്യൂച്ചർ ഇങ്ങനെ ഡള്ളാക്കി വെക്കാതിരിക്കുക. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ട്രൈ ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അത് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ IAS കുറിച്ച് പറയാനുള്ളത്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം. അതോടുകൂടി തന്നെ ഞാൻ ഇനി ഒരു മാരേജ് വേണോ വേണ്ടയോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും കൂടെ ഡിസ്കസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ മാരേജ് എന്നൊന്ന് ടൈപ്പ് ചെയ്താൽ മതി. അതിനെക്കുറിച്ച് അടുത്ത വീഡിയോ എടുക്കാം. അതല്ല, ഇതൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കരിയറിനെ കുറിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇത് ഫിനാൻസ്, അപ്പോൾ മാരേജ് ഫിനാൻസിനെ കുറിച്ച് എങ്ങനെയാണ് നിങ്ങളുടെ ഫിനാൻസ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇപ്പോൾ അന്നേരം എല്ലാം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല. കാരണം വിൽ ബി ബിസി ഫാമിലിയായി. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇതിനെക്കുറിച്ച് കുറച്ചൊക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ കുറച്ചുകൂടെ നമുക്ക് ഷേപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതിനെന്തിനെക്കുറിച്ച് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഫിനാൻസ് ആണെങ്കിൽ ഫിനാൻസ് അടിക്കാം, മാരേജ് ആണെങ്കിൽ മാരേജ് അടിക്കാം, റിലേഷൻഷിപ്പ് ആണെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഇതിനെതിരായിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലോ സപ്പോർട്ടിംഗ് ആയിട്ടുണ്ടെങ്കിലോ എന്തുവാണെങ്കിലും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്, ക്വറീസ് ഒക്കെ നിങ്ങൾക്ക് കമൻറ്റിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.